പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അതിനെ ബഹുമാനിക്കുക അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകമായ അടയാളമാണ്. പരിശുദ്ധ ഖുർആനെ ബഹുമാനിക്കണം. ഒളുവില്ലാതെ മുസ്ഹഫ് തൊടാൻ പാടില്ല. ജനാബത്തുൽ ഉള്ള ആൾക്ക് ഖുർആൻ ഓതാൻ പാടില്ല. ഒളു മുസ്ഹഫ് ഇല്ലാതെയും ഖുർആൻ ഓതാൻ പാടില്ല. ഹൈദുള്ള പെണ്ണുങ്ങൾ ഖുർആൻ ഓതാൻ പാടില്ല. അങ്ങനെ ആ പരിശുദ്ധ ഖുർആനിന് ഏറ്റവും വലിയ മഹത്വത്തോടുകൂടി കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറണം. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നശിപ്പിക്കാൻ പല ആളുകളും ലോകത്ത് നടക്കുന്നുണ്ട്. അവരെല്ലാവരെയും സൂക്ഷിച്ചോളണം. അവരൊക്കെ സൂക്ഷിച്ചോളണം. പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് അത് ലാ ഇഫ്റാത്ത വലാ തഫ്രീത്ത്, അമിതമായി ഇല്ലാത്ത സംഗതികളെല്ലാം പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കേണ്ടുന്ന ദീനല്ല സുന്നത്ത് ജമാഅത്ത്. ഉള്ളത് മറച്ചുവെക്കേണ്ടുന്ന ദീനുമല്ല സുന്നത്ത് ജമാഅത്ത്. അത് രണ്ടിന്റെയും ഇടയിൽ നമ്മുടെ പൂർവികരായ സജ്ജനങ്ങൾ എങ്ങനെ നടന്നു, ആ നടന്നതനുസരിച്ച് ശരീഅത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതിനെതിര് ആര് തന്നെ വന്നാലും അവരെ നമ്മൾ കൈയൊഴിയണം. നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. യദുല്ലാഹി അലൽ ജമാഅ, വലിയ സമൂഹം. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ സമൂഹം എത്ര വലുതാണ് നിങ്ങൾ കണ്ടില്ലേ? ഇതിപ്പോ ഒരു ചെറിയ പരിപാടിയാണ്. ഇവിടെ എത്രയാള് മുഅ്മിനീങ്ങള്. ഇന്നലെ മെനയാന്ന് കോഴിക്കോട്ട് ചുരുങ്ങിയത് എത്ര ലക്ഷങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മദ്ഹിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയത്. അതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാ, പ്രവർത്തകരാ. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നതിൽ നിന്നാണ് അവൻ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ വസ്തുക്കളും പ്രിയം വെക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ, ഉഹദ് പർവ്വതം, ആ പർവ്വതത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കയറിയപ്പോ പെട്ടെന്ന് ഉഹദ് ഇങ്ങനെ പടപടപടാന്ന് വന്നിട്ട് ഇളകാൻ തുടങ്ങി. സന്തോഷം കൊണ്ട്, ആഹ്ലാദം കൊണ്ട് ജബൽ ഉഹദ് എന്ന മല ഇളകി. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ജബലു ഉഹദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദ് എന്ന മല നമ്മളെ പ്രിയം വെക്കുന്നു, നമ്മൾ അങ്ങോട്ടും പ്രിയം വെക്കുന്നു. എന്നിട്ട് ഇളകുന്ന മലയോട് പറയുന്നു, ഉസ്കുത്, ഓ ജബലേ നീ അടങ്ങണം, ഇളകാൻ പാടില്ല. ഫഇന്ന അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. നിന്റെ മുകളിൽ ആരാണുള്ളതെന്ന് നിനക്കറിയില്ലേ? ഒന്ന് നബിയായ ഞാനുണ്ട്, ഒന്ന് സിദ്ദീഖുൽ അക്ബറുണ്ട്, പിന്നെ ഷഹീദാനി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമാ. അവർ രണ്ടാളും പിന്നീട് ഷഹീദാകാൻ പോകുന്നവരാണെന്ന് അള്ളാഹുവിന്റെ റസൂല് ആ സമയത്ത് തന്നെ പറയുന്നു. അങ്ങനെ ഷഹീദായി മരിക്കാൻ പോകുന്ന രണ്ടാളും ഇവരൊക്കെ ഉള്ളപ്പോ നീ ഇങ്ങനെ ഇളക്കല്ല, അടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതാ ഉഹദ് എന്ന മല അടങ്ങുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മല പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചു. എന്തിനേറെ പറയുന്നു, 6 ഹൗദിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടിക്കരുത് എന്ന് കരുതി ആ ഹൗദിലുണ്ടായിരുന്ന 2 ഓട്ടകൾ കാലിന്റെ തള്ളവിരൽ കൊണ്ട് അടച്ചു പിടിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് സർപ്പം കൊത്തുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ വിഷം കയറുകയും ചെയ്തു.
അള്ളാഹുവിന്റെ ഹബീബ് മടിയിൽ തല വെച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങളെ വിളിച്ചുണർത്തരുത് എന്ന് കരുതി കാലിന്റെ വിഷം കൊത്തിയിട്ടും യാതൊരു തരക്കും മനക്കാതെ കാലിങ്ങനെ വെച്ചെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ മുഴുവനും വിഷം അങ്ങ് കയറിപ്പോയി. ശരീരത്തിൽ മുഴുവനും വിഷം കയറി അവസാന ഘട്ടത്തിലെത്തുന്നു. ആ സമയത്താണ് തന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വെച്ച് വീണത്. ഉടനെ അത് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ വീണു. അങ്ങനെ വീണ ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂല് ഞെട്ടി ഉണർന്ന് എന്താണ് അബൂബക്കർ സിദ്ദീഖേ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്റെ കാലിന് സർപ്പം കൊത്തി നബിയേ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഉടനെ തന്നെ ഒരൽപ്പം ഉമിനീരിങ്ങനെ കൈകൊണ്ട് എടുത്ത് ആ കാലിന്റെ വിരലിന് പുരട്ടിയതോടുകൂടി വിഷം ഇറങ്ങിപ്പോയി, വിഷം മാറിപ്പോയി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് കൊണ്ടെടുത്തപ്പോൾ പാമ്പ് മാളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ പുറത്തേക്ക് കടത്തിയതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലിന്റെ വിരൽ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് പാമ്പ് വന്നിട്ട് ചോദിക്കുന്നു, നല്ല സ്ഫുടമായ അറബി ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ അബൂബക്കർ കുന്തു മുസ്താഖൻ ഇലൽ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻദു സമനിൻ. ഓ അബൂബക്കർ സിദ്ദീഖ്, ഏറിയ കാലവുമായി ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് തൊടണം, അവിടുത്തെ ശരീരത്തിനൊന്ന് തൊട്ട് എനിക്ക് ബറക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് മുസ്താഖായി ഇരിക്കുകയായിരുന്നു. പക്ഷേ നീ നിന്റെ കാല് വെച്ച് എന്നെ അതിൽ നിന്ന് തടഞ്ഞു കളഞ്ഞതുകൊണ്ട് ഞാൻ എന്നെ കൊത്തിയതാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിനോട് ഈ പാമ്പ് പറയുന്നു. അങ്ങനെ പാമ്പും പുലിയും ജിന്നും ശൈത്താനും ലോകത്തുള്ള എല്ലാം ശൈത്താൻ പേടിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ പ്രിയം വെക്കുന്നു. ശൈത്താൻ അതിഭയങ്കരമായ പേടി, അല്ലാഹുവിന്റെ ഹബീബിനെ പേടിച്ചിട്ട് ശൈത്താൻ വളരെയധികം ശക്തിതമതായി പിടിക്കുകയാണ്. ഒരു ദിവസം ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് ശൈത്താൻ, ആ ശൈത്താനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോ വന്നിട്ട് ഇങ്ങനെ അത് കൽബിൽ ഓരോ തോന്നിപ്പിക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഫല്ലത അലിയൽ ബാരിഹത അശ്ശൈത്താൻ, ഇന്നലെ രാത്രി എന്റെ അടുക്കൽ ശൈത്താൻ വന്നു. ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ശൈത്താൻ വന്ന് അങ്ങനെ ഫഅറത്തു അൻ ആഖുദഹു വഅർബിതഹു ഇലാ സിവാരിൽ മസ്ജിദി, ആ ശൈത്താനെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു, ആലോചിച്ചു. മക്കനില്ലാഹു ഇയ്യാഹു, അല്ലാഹു അതിനെനിക്ക് സൗകര്യപ്പെടുത്തി തന്നു. പക്ഷേ ഫതഫക്കർതു ദഅവത അബീന സുലൈമാൻ, നമ്മുടെ വാപ്പയായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു ദുആ ഉണ്ട്. അതാലോചിച്ചിട്ട് ഞാൻ ശൈത്താനെ പിടിച്ചു കെട്ടിയില്ല, വിട്ടയച്ചു. അങ്ങനെ ശൈത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേടിക്കുകയാണ്. ബാക്കി എല്ലാ ജിന്നും ഇൻസും കല്ലും മുള്ളും അഖില ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുമ്പോൾ, നബിതങ്ങളെ മദ്ഹുകൾ പാടിപ്പുകഴ്ത്തുമ്പോൾ, പ്രകീർത്തിക്കുമ്പോൾ, ഇവിടുത്തെ മുജാഹിദ് കുത്തിയും ജമാഅത്തെ കുത്തിയുമ്പോൾ ചോദിക്കാം, മുഹമ്മദ് നബി ഒരു കഴിച്ചിനോ, സഹാബത്ത് ഒരു കഴിച്ചിരുന്നോ, മറ്റൊരു കഴിച്ചിരുന്നോ എന്ന്. എന്ത് കഴിക്കലാ നീ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എത്ര ആയത്തുണ്ട് നീ പഠിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് തന്നെ പറഞ്ഞുകൊണ്ട് ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്. അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ മൗലിദ് ഖുർആനിൽ എത്രയാണ് ആയത്തിലുള്ളത്.
എന്തിനേറെ പറയുന്നു, ഔലിയാക്കളുടേത് ഉണ്ട്, അമ്പിയാക്കളുടേത് മാത്രമല്ല. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ വത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ എന്നിങ്ങനെ തുടങ്ങി മറിയം റളിയല്ലാഹു അൻഹയുടെ മൗലിദും പരിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രം പറയുക, അതാണ് മൗലിദ്. ആ മൗലിദ് ഖുർആനിലുണ്ട്, സഹാബത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. അവർ പാടിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഈ കല്ലിന്റെ അത്ര പോലും അള്ളാഹുവിന്റെ ഹബീബിനോട് സ്നേഹമില്ലാത്ത ഇവൻ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞു നടന്നിട്ട് മനുഷ്യനെ വഴിവേൽപ്പിക്കുകയാണ് കേട്ടോ. എന്റെ ചെറുപ്പക്കാരെ, അത്തരം ആളുകളെ വഴികേടില് നിങ്ങൾ പെട്ടുപോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ നിസാരപ്പെടുത്തി, അള്ളാഹുവിന്റെ ഹബീബിനെ തരം താഴ്ത്തി നടക്കുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനം. അവരുടെ പിന്നാലെ നമുക്ക് പോയിക്കൂടാ, അവരെ നമുക്ക് ഒപ്പിച്ചുകൂടാ. അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അധികം വലിയ 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 വടായി പറഞ്ഞാൽ അവരെയും നമുക്ക് സ്വീകരിച്ചുകൂടാ. അത് രണ്ടിന്റെയും വേളയിൽ നാം ജീവിക്കുകയും ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത്, ആ ജീവിച്ച മാർഗം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ശരീഅത്തിന്റെ ഒരു ചെറിയ ചെറിയ വിഷയത്തിന് പോലും മാറ്റം വരുത്തിയിട്ടില്ല. എത്ര വലിയ ഖുത്ബാണ്, എത്ര വലിയ ഗൗസാണ്, എന്നിട്ട് പോലും ഒരു ശരീഅത്തിന്റെ ചെറിയ ഒരു വിഷയത്തിന് പോലും മാറ്റം ചെയ്യുകയോ ശരീഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യാതെയാണ് ഖുത്ബുൽ അഖ്താബ് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലു നീ എന്റെ അമാനില്ലതെന്നോവർ. അള്ളാഹുവിന്റെ കൽപ്പന കൂടാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ മഹാനായ വലിയ ഖുത്ബാണ്, മൗത്താണ്. എല്ലാ വലിയ പദവികളും എത്തിച്ചവരാണ്. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ.